എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 17 ശ്രദ്ധാത്രയ വിഭാഗയോഗം. ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സിനെ കുറിച്ചാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. വാക്ക് എങ്ങനെയായാൽ ശുദ്ധമാകും, സത്യമാകും, അതായത് വാങ്മയ തപസ്, അതിനെക്കുറിച്ചാണ് 15ാമത് ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം. ശ്ലോകം 15. അനുദ്യോഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യാസനം ചൈവ വാങ്മയം തപ ഉച്യതേ. അനുദ്യോഗകരം, ആരെയും ക്ഷോഭിപ്പിക്കാത്തതും, സത്യം പ്രിയഹിതം ച, സത്യവും പ്രിയവും ഹിതവുമായ യത് വാക്യം, വാക്ക്, സ്വാധ്യായാഭ്യാസനം ച ഏവ, അധ്യാത്മശാസ്ത്ര പഠനവും, വാങ്മയം തപ ഉച്യതേ, വാങ്മയമായ തപസ്സാകുന്നു. ഇതെല്ലാം വാക്കുകൊണ്ടുള്ള തപസ്സാകുന്നു എന്ന്. ആരെയും ക്ഷോഭിപ്പിക്കാത്തതും സത്യവും പ്രിയവും ഹിതവുമായ വാക്ക്, അതിന് എന്തു വേണം? ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നിരന്തരം സ്വാധ്യായം ചെയ്യണം എന്ന്. അതായത് നല്ല കാര്യങ്ങൾ വായിച്ചും ചിന്തിച്ചും ഒക്കെ ഇരുന്നാൽ സ്വാഭാവികമായിട്ടും നാവില് നല്ലത് വരും. ഒരാളുടെ വാക്ക് കേട്ടാൽ അറിയാം അയാളുടെ അറിവിൻ്റെ ആഴം എത്രയുണ്ട്, അയാളുടെ ബുദ്ധി എത്രയുണ്ട്, അയാളുടെ ആത്മനിയന്ത്രണം എത്രയുണ്ട്, അല്ലേ? ഇതൊന്നും ഇല്ലാത്ത ഒരാളുടെ വാക്കിന് വിലയുണ്ടാവില്ല. നമ്മുടെ ശക്തി അധികവും നഷ്ടപ്പെടുന്നത് വാക്കിൽ കൂടെയാണ്. നാവിലാണ് അമൃതും വിഷവും എന്ന് തിരിച്ചറിഞ്ഞു വേണം നമ്മൾ വാക്ക് ഉപയോഗിക്കാനായിട്ട്. കേൾക്കുന്ന ആളെ ക്ഷോഭിപ്പിക്കാതെ സത്യവും പ്രിയവും ഹിതവുമായിട്ട് വേണം സംസാരിക്കാൻ. കളവ് ഒരിക്കലും പറയരുത് എന്ന് സാരം. കണ്ഠസ്യ ഭൂഷണം സത്യം, കണ്ഠത്തിൻ്റെ ആഭരണം എന്ന് പറയുന്നത് സത്യമായിരിക്കണം. വാക്ക് കലയാവാനുള്ള സാധനയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 15ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. അനുദ്യോഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യാസനം ചൈവ വാങ്മയം തപ ഉച്യതേ. മനസ്സുകൊണ്ടുള്ള തപസ്സിനെ കുറിച്ചാണ് 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം. ശ്ലോകം 16. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത് തപോ മാനസമുച്യതേ. മനഃപ്രസാദ, മനഃശുദ്ധി തന്നെ. സൗമ്യത്വം, മനസ്സിൻ്റെ സൗമ്യഭാവം. മൗനം, അതായത് മനനത്തിൽ കൂടെ ഉണ്ടാകുന്ന ഏകാഗ്രത, മനസ്സിൻ്റെ ഏകാഗ്രത. ആത്മവിനിഗ്രഹ, ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കി നിർത്താനുള്ള മനസ്സിൻ്റെ കഴിവ്. ഭാവസംശുദ്ധി, വിചാരശക്തി. ഏതത്, ഇതൊക്കെയാണ് മനനം തപ ഉച്യതേ, മാനസികമായ തപസ്. മനഃശുദ്ധി. രണ്ടാമത് പറയുന്നത് സൗമ്യഭാവം, അതായത് സാത്വികമായ ഏതെങ്കിലും ഒന്നിൽ മനസ്സുറച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ ഒരു സൗമ്യഭാവം ഉണ്ടാകും. പിന്നെ ഇന്ദ്രിയ മനോബുദ്ധികളെ നിയന്ത്രണത്തിൽ നിർത്താനുള്ള കഴിവ്. പിന്നെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളുടെ ശുദ്ധി. ഇതെല്ലാം മാനസികമായ തപസ്സാണ് എന്ന്. മനസ്സ് പരിപാവനമായ ഇല്ലെങ്കിൽ സാത്വികമായ ഏതെങ്കിലും ബിംബങ്ങളിൽ ഉറപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മറ്റു വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുന്നത് കുറയും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് പ്രസന്നമാവും. സൗമ്യമായ മനസ്സിൽ ക്ഷോഭം ഉണ്ടാവില്ല. ഇനി പറയുന്നത് മൗനമാണ്, അതായത് മനനശീലം എന്നർത്ഥം. ആത്മാനുസന്ധാനം, ഇതാണ് മൗനത്തിൻ്റെ ശരിയായ അർത്ഥം. പിന്നെ മനസ്സിൽ മൃഗീയമായ വാസനകൾ കടന്നുകൂടുമ്പോഴാണ് മനസ്സിൻ്റെ നിയന്ത്രണം തെറ്റിപ്പോകുന്നത്. അപ്പോൾ ഈ വഴിക്കൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആത്മനിയന്ത്രണം ഉണ്ടാകും. പിന്നെ പറയുന്നത് ഭാവസംശുദ്ധിയാണ്, ഉദ്ദേശലക്ഷ്യം. ഇതെല്ലാം കൂടി ചേർന്നതാണ് മനസ്സുകൊണ്ടുള്ള തപസ് എന്ന്. ഇത്രയൊന്നും നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പോലും മനസമാധാനത്തിന് ഇതിൻ്റെ എല്ലാം ഒരു ചെറിയ അംശം മതിയാവും. 16ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത് തപോ മാനസമുച്യതേ. സാത്വിക തപസ്സിനെ കുറിച്ചാണ് 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം. ശ്ലോകം 17. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരൈ അഫലാകാംക്ഷിഭിർയുക്തൈ സാത്വികം പരിചക്ഷതേ. അഫലാകാംക്ഷിഭി യുക്തൈ, ഫലകാംക്ഷയില്ലാതെ മനസ്സിരുത്തി, നരൈ പരയാ ശ്രദ്ധയാ തപ്തം, അതീവ ശ്രദ്ധയോടെ ആചരിക്കുന്ന സാധകന്മാർ, ത്രിവിധ തത്തപ, 3 വിധത്തിലുള്ള തപസ്, സാത്വികം പരിചക്ഷതേ, സാത്വികമാണ് എന്ന് പറയുന്നു. അതീവ ശ്രദ്ധയോടെ ഫലത്തിൽ ആഗ്രഹമില്ലാത്തവർ ആചരിക്കുന്ന ത്രിവിധ തത്തപ, 3 വിധത്തിലുള്ള തപസ്സും സാത്വികമാണ് എന്ന്. ഏതാണ് ഈ 3 വിധത്തിലുള്ള തപസ്? ശാരീരികവും വാചികവും മാനസികവും.
ഇതെല്ലാം സാത്വികമാണ് എന്ന് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും വളരെ ശ്രദ്ധയോടെ മനസ്സിരുത്തി ഫലേച്ഛയില്ലാതെ അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത് ആചരിക്കുന്നത് സാത്വികമാണ് എന്ന്. 17ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരൈ അഫലാകാംക്ഷിഭിർയുക്തൈ സാത്വികം പരിചക്ഷതേ. രാജസ തപസ്സിനെ കുറിച്ചാണ് 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം ശ്ലോകം 18. സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവയത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. യത്തവ ഏത് തപസ്സാണോ അല്ലെങ്കിൽ ഏത് പ്രവൃത്തിയാണോ സത്കാരമാന പൂജാർത്ഥം മറ്റുള്ളവരിൽ നിന്നും സൽക്കാരവും മാനവും പൂജയും പ്രീതിയുമൊക്കെ കിട്ടാനായിട്ട് ദംഭേന ഏവ ച ക്രിയതേ അഹന്ത കൊണ്ട് ചെയ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ ചെയ്യുന്നത് ചലം അധ്രുവം തത് നിഷ്ഠയും വ്യവസ്ഥയുമൊന്നുമില്ലാത്ത അത് രാജസം പ്രോക്തം രാജസ തപസ്സാകുന്നു ഇല്ലെങ്കിൽ രാജസമായ പ്രവൃത്തിയാകുന്നു എന്ന്. മറ്റുള്ളവരിൽ നിന്നും സൽക്കാരവും ബഹുമാനവും പ്രീതിയും ഒക്കെ കിട്ടാനായിട്ട് അഹന്തയോടു കൂടിയിട്ട് യാതൊരു നിഷ്ഠയും വ്യവസ്ഥയും ഒന്നുമില്ലാതെ ചെയ്യുന്നതാണ് രാജസമായ തപസ് എന്ന്. ഇത് കാപട്യവും സംസ്കാരശൂന്യവുമാണ് എന്ന് പറയേണ്ടി വരും. പരസ്യത്തിനും പ്രദർശനത്തിനും വേണ്ടി മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇന്ന് നടക്കുന്നത് അധികവും ഈ തരത്തിലുള്ളതൊക്കെയാണ്. താമസ തപസ്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ താമസിക്കായിട്ടുള്ള പ്രവൃത്തിയെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അതിനു മുൻപ് 18ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവയത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. ശ്ലോകം 19. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപ പരസ്യോത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം. മൂഢഗ്രാഹേണ മൂഢധാരണ കൊണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ആത്മന പീഡയ സ്വയം ക്ലേശിപ്പിച്ചോ പരസ്യ ഉത്സാദനാർത്ഥം വാ അന്യരെ ദ്രോഹിക്കാൻ വേണ്ടിയോ ഉപദ്രവിക്കാൻ വേണ്ടിയോ യത് തപ ക്രിയതേ തത്താമസം ഉദാഹൃതം ചെയ്യുന്ന തപസ് താമസമാണ് എന്ന്. മൂഢഗ്രാഹേണ തെറ്റായ ചിന്താഗതിയോ വിവരമില്ലായ്മയോ ഒക്കെ കൊണ്ട് സ്വയം വളരെ ക്ലേശിച്ച് ബുദ്ധിമുട്ടി മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിക്കാനും ദ്രോഹിക്കാനും വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്ന എല്ലാം താമസിക്കാണ് അല്ലെങ്കിൽ ആ പ്രവൃത്തിയെല്ലാം താമസിക്കാണ് എന്ന്. തപസ് എന്താണ് അല്ലെങ്കിൽ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ് എന്ന് ആ ചെയ്യുന്നയാൾക്ക് കൃത്യമായ ധാരണയും അറിവും വേണം. മാത്രമല്ല ഈ ആത്മപീഡ, അതായത് ആത്മപീഡ എന്നൊക്കെ പറഞ്ഞ് ചിലത് കണ്ടിട്ടില്ലേ, ഈ ചില സന്ദർഭങ്ങളിലൊക്കെ ആത്മനിയന്ത്രണം വിട്ട് സ്വയം നെഞ്ചത്തിട്ടടിക്കുകയും സ്വയം ശരീരത്തെ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നില്ലേ, അതൊക്കെ വളരെയധികം മോശമാണ്, വളരെ നികൃഷ്ടമാണ്. ഇതൊക്കെ ആത്മപീഡയിൽ പെടുന്നതാണ്. ഇത് സ്വന്തം വ്യക്തിത്വത്തെ വികൃതമാക്കും. ആത്മപീഡയിൽ നിന്ന് ആത്മനിന്ദയുണ്ടാവും. ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികൾ സ്വയമായിട്ടോ ഇല്ലെങ്കിൽ സമൂഹത്തിനോ ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. ഇതെല്ലാം താമസിക്കാണ് എന്നാണ് പറയുന്നത്. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപ പരസ്യോത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം. ദാനവും ഇതുപോലെ 3 തരമുണ്ട് എന്നാണ് പറയുന്നത്. അതിലത് സാത്വിക ദാനം ഏതാണെന്നാണ് 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം ശ്ലോകം 20. ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ദാതവ്യം ഇതി, ഇത് കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്, കർത്തവ്യമാണ് എന്ന ബോധത്തോടുകൂടി അനുപകാരിണേ, പ്രത്യുപകാരം ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവർക്ക് ദേശേ കാലേ ച പാത്രേ ച, തക്കതായ സമയത്ത് തക്കതായ ദേശത്തിൽ തക്കതായ പാത്രത്തിൽ യദ്ദാനം ദീയതേ തദ്ദാനം സാത്വികം സ്മൃതം, കൊടുക്കുന്ന ദാനമെല്ലാം സാത്വികമാണ് എന്ന്. ഇത് കൊടുക്കേണ്ടത് തൻ്റെ ധർമ്മമാണ്, കടമയാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് തക്കതായ സമയത്ത് തക്കതായ ദേശത്തിൽ തക്കതായ പാത്രത്തിൽ പ്രത്യുപകാരമൊന്നും പ്രതീക്ഷിക്കാതെ ഇല്ലെങ്കിൽ അത് തിരിച്ചു തരാൻ കഴിവില്ലാത്തവർക്ക് കൊടുക്കുന്ന ദാനമാണ് സാത്വികമായ ദാനം എന്ന്. നമ്മളിന്ന് കൊടുക്കുന്ന ദാനമൊക്കെ ഈ പറയുന്ന എന്തെങ്കിലും ഒരു മൂല്യമുണ്ടോ? നമ്മൾ കൊടുക്കുന്ന ദാനത്തിന് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രതിനിധിക്ക് സ്വർണ്ണാഭരണ വിഭൂഷിതനായിട്ട് കാറിൽ വന്നിറങ്ങുകയാണ്. നമ്മൾ അങ്ങനെയുള്ളവർക്ക് ആണ് ദാനം കൊടുക്കുന്നതൊക്കെ അല്ലേ. ഇവിടെ പറയുന്ന പ്രകാരമുള്ള ദാനം ഏത് തരത്തിലാണെന്നറിയാവോ? ഈ കൃഷിനാശം സംഭവിച്ചത് ഇല്ലെങ്കിൽ ഭൂകമ്പം, രോഗങ്ങൾ, അത്യുഷ്ണം, അതിശീതം, അതിവൃഷ്ടി അല്ലെ, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന
നമുക്ക് അറിയില്ലാത്ത സുനാമി അങ്ങനെയുള്ള ദുരിതങ്ങളെല്ലാം സംഭവിച്ച ദേശങ്ങൾക്കും കാലങ്ങൾക്കും ഒക്കെ അതീതമായി നിൽക്കുന്ന അവരെ സ്വാർത്ഥതയുണ്ടാവില്ല. അങ്ങനെയുള്ളവരിൽ നിന്നും തിരിച്ചു കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷയുണ്ടാവില്ല. അങ്ങനെ കൊടുക്കുന്ന ദാനമാണ് സാത്വികം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അത് അർഹിക്കുന്നവർക്കായിരിക്കണം ഒരു കൈ കൊടുക്കുന്നത്, മറു കൈ അറിയരുത് എന്ന് സാരം. 20ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. രാജസദാനത്തെക്കുറിച്ചാണ് 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം. ശ്ലോകം 21. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസം സ്മൃതം. പ്രത്യുപകാരാർത്ഥം, പ്രത്യുപകാരം ആഗ്രഹിച്ചുകൊണ്ട്, പുനഃ ഫലം ഉദ്ദിശ്യവാ, പുണ്യലോകപ്രാപ്തി സ്വർഗപ്രാപ്തിയൊക്കെ ആഗ്രഹിച്ചുകൊണ്ട്, പരിക്ലിഷ്ടം ച, വളരെ ക്ലേശിച്ച്, അതായത് മനസ്സില്ലാ മനസ്സോടെ, യദ്ദാനം ദീയതേ തദ് രാജസം സ്മൃതം, കൊടുക്കുന്ന ദാനമൊക്കെ രാജസമാണ് എന്ന്. പ്രത്യുപകാരം ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയങ്ങളിലോ അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ട് നമുക്ക് പുണ്യലോകപ്രാപ്തിയോ അല്ലെങ്കിൽ സ്വർഗപ്രാപ്തിയോ ഒക്കെ കിട്ടും എന്ന വിശ്വാസത്തിൽ കൊടുക്കുന്ന ദാനം, ഇതൊക്കെ രാജസമാണ് എന്ന്. അതായത് പലതും പ്രതീക്ഷിച്ച് മനസ്സില്ലാ മനസ്സോടെ കൊടുക്കുന്ന ദാനമെല്ലാം രാജസമാണ് എന്ന് സാരം. 21ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസം സ്മൃതം. താമസമായിട്ടുള്ള ദാനം ഏതാണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അത് അടുത്ത ഭാഗത്ത് നോക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.